നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തുണ്ടായ തോൽവി ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനും ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും നേതൃത്വം ഇനിയും മോചിതരായിട്ടില്ല. പൊതുതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്നത് 44 വർഷത്തിനു ശേഷമാണ്. കേരള കോൺഗ്രസ് രൂപീകരിച്ചതിന്റെ 60ാം വാർഷികത്തിലാണിതെന്ന് യാദൃശ്ചികം. കോട്ടയത്ത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിന് സംഭവിച്ച തോൽവി വലിയ രാഷ്ട്രീയ നഷ്ടമാണ് അവർക്കും LDFനും ഉണ്ടാക്കിയിരിക്കുന്നത്. തോൽവിയോടെ ഇടതുമുന്നണിയിൽ വിലപേശലിനുള്ള ശേഷിയും നഷ്ടമായി. ഇനി എന്ത് എന്ന ചോദ്യമാണ് കേരള കോൺഗ്രസ് എമ്മിന് മുമ്പിൽ ഉയരുന്നത്. ലോക്സഭയിലെ പ്രാതിനിധ്യം നഷ്ടപ്പെട്ടു. ജോസ് കെ മാണിയുടെ രാജ്യസഭാ കാലാവധിയും ഈ മാസത്തോടെ കഴിയും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് ജോസ് കെ മാണിയും കൂട്ടരും LDFിലേക്ക് കൂറുമാറിയത്. ജോസിന്റെ വരവോടെ LDFന് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ 52 വർഷം KM മാണി കൈവശം വെച്ചിരുന്ന പാലായിൽ മകൻ ജോസ് കെ മാണി പരാജയപ്പെട്ടത് വിജയത്തിന്റെ എല്ലാ ശോഭയും കെടുത്തി. UDFിലൂടെ നേടിയ തോമസ് ചാഴിക്കാടന്റെ കോട്ടയം ലോക്സഭാ അംഗത്വവും പിന്നീട് ജോസ് കെ മാണിക്ക് ലഭിച്ച രാജ്യസഭാംഗത്വവുമായിരുന്നു ഏക ആശ്വാസം. കഴിഞ്ഞ തവണ UDFിലൂടെ MP ആയ തോമസ് ചാഴിക്കാടനെ തന്നെയാണ് ഇത്തവണ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് മത്സരത്തിനിറക്കിയത്. 2019 1,06,251 ഭൂരിപക്ഷത്തിൽ വിജയിച്ച തോമസ് ചാഴിക്കാടൻ 87,266 വോട്ടിനാണ് ഇത്തവണ പരാജയപ്പെട്ടത്. എല്ലാ കാലത്തും KM മാണിക്കൊപ്പം നിന്ന രാഷ്ട്രീയ സുരക്ഷിത കേന്ദ്രങ്ങളാണ് ജോസിനെ കൈവിട്ടത്. കേരള കോൺഗ്രസിന് എന്നും താങ്ങും തണലുമായിരുന്ന കത്തോലിക്ക സഭയുടെ പിന്തുണ പോലും ജോസിന് നഷ്ടമായി എന്നാണ് ചാഴിക്കാടന്റെ പരാജയം സൂചിപ്പിക്കുന്നത്. ജൂലൈ 1 ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ ഒരെണ്ണം CPM നൽകിയില്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ MP ഇല്ല കക്ഷിയായി കേരള കോൺഗ്രസ് മാറും. ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ 2 എണ്ണത്തിൽ മാത്രമാണ് LDFന് ജയിക്കാൻ സാധിക്കുന്നത്. CPIക്ക് ഒരെണ്ണം കൊടുക്കേണ്ടതിനാൽ ജോസ് കെ മാണിക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത വിരളമാണ്. ലോക്സഭാ സീറ്റ് നഷ്ടമായതിനു പുറമെ ഇത് കൂടിയായാൽ താങ്ങാനാകില്ലെന്ന് കേരള കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. നിലവിൽ കേരള കോൺഗ്രസിന് സീറ്റ് നൽകാൻ കഴിയില്ലെന്ന നിലപാട് CPM നേതൃത്വം ജോസ് കെ മാണിയെ അറിയിച്ചതായാണ് സൂചന. 2016 VS അച്യുതാനന്ദനെ മൂലക്കിരുത്താൻ ക്യാബിനറ്റ് റാങ്കോട് കൂടി സൃഷ്ടിച്ച ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്.